സങ്കീർത്തനം 92. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായവനെ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും 10 കമ്പിയുള്ള വാദ്യത്വം കൊണ്ടും വീണ കൊണ്ടും ഗംഭീരനാദസ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തയും വർണ്ണിക്കും. നല്ലത് യഹോവ നിന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. ഞാൻ നിന്റെ കൈകളുടെ പ്രവൃത്തികളെ കുറിച്ച് ഘോഷിച്ചുല്ലസിക്കുന്നു. യഹോവ നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവനാകുന്നു! നിന്റെ വിജയങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ. മൃഗപ്രായനായ മനുഷ്യൻ അത് അറിയുന്നിട്ട് മൂടിനതിരിക്കുന്നതുമില്ല. ദുഷ്ടന്മാർ പല്ലുപോലെ മുളയ്ക്കുന്നതും നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും താഴ്ക്കുന്നതും എന്നേക്കും നശിച്ചു പോകേണ്ടതിനാകുന്നു. നീയോ യഹോവ എന്നേക്കും അത്യുന്നതനാകുന്നു. യഹോവ ഇതാ നിന്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു. നീതികേട് പ്രവർത്തിക്കുന്ന ഏവരും ചിതറിപ്പോകും. എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും. പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു. എൻ്റെ കണ്ണ് എൻ്റെ ശത്രുക്കളെ കണ്ടും എൻ്റെ ചെവി എന്നോട് എതിർക്കുന്ന ദുഷ്കർമ്മികളെ കുറിച്ചും കേട്ടും രസിക്കും. നീതിമാന്മാർ പന പോലെ തഴയ്ക്കും. ലെബനോനിലെ ദേവദാരുക്കളെ പോലെ വളരും. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. വാർദ്ധക്യത്തിലും അവൻ ഫലം കായ്ച്ചു കൊണ്ടിരിക്കും. അവൻ പുഷ്ടി വച്ചുപിടിച്ചും ഇരിക്കും. യഹോവ നേരുള്ളവൻ, അവൻ എൻ്റെ അവനിൽ നീതികേടില്ല എന്ന് കാണിക്കേണ്ടതിനെ തന്നെ. ആമേൻ.